സിയോൻ നാട്ടിൽ ശലോം പാട്ടിൽ നിന്നോടൊപ്പം ചേരാനും നിന്മകനീശനെ വാഴ്ത്താനും നൽവരമേകണമേ. നമുക്ക് ഇനി മറ്റൊരു കാര്യം പഠിക്കാം. മറിയാമിലുള്ള വിശ്വാസം, മറിയാം വഴിയുള്ള വിശ്വാസം പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസത്തിന് എതിരാണോ സഹായകമാണോ? ഒരുമിച്ച് പറഞ്ഞ് രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. നമ്മൾ തിരക്കിട്ടെന്ന് പഠിക്കുന്ന രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ കന്യാമറിയാമിൻ്റെ വണക്കവും അമ്മയോടുകൂടിയുള്ള വിശ്വാസവും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനും പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടാനും നമുക്ക് തടസ്സമാണോ സഹായമാണോ? സഹായമാണെങ്കിൽ ബൈബിളിലൂടെ നാം എങ്ങനെ കണ്ടെത്തുമെന്നുള്ളതാണ്. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ. ആ ചോദ്യത്തിന് ഉത്തരം വളരെ പെട്ടെന്ന് നമുക്ക് പറയാം. ആദ്യം തന്നെ പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയും രണ്ട് കോണിലായിരിക്കുക ഇമ്പോസിബിളാ, അസാധ്യമാ. രണ്ട് കോണിലായിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ അമ്മമാരെ, എൻ്റെ അപ്പന്മാരെ, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനൊന്ന് ക്രമപ്പെടുത്തി തരികയാണ്. ആരെങ്കിലും നമ്മളോട് പരിശുദ്ധാത്മാ അനുഭവങ്ങളിൽ പെന്തക്കുസ്ത അനുഭവം കിട്ടാൻ രണ്ടാം പെന്തക്കുസ്തയ്ക്ക് ഒരുങ്ങണമെങ്കിൽ പരിശുദ്ധ അമ്മ വേണ്ടെന്ന് പറയുമ്പം, പ്രത്യേകിച്ച് രൂപവും ചിത്രവുമൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ നമ്മെ കുറ്റപ്പെടുത്തുമ്പം നമ്മളാകെ ഞെട്ടിപ്പോകും. ശരിയാ, ബൈബിളിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, നീ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിരൂപം ഉണ്ടാക്കരുത്, അതിനെ ആരാധിക്കരുത്. ഷെടാ, പള്ളിയിൽ മാതാവിൻ്റെ രൂപം, അത് സാരി ഉടുപ്പിച്ച്, ഇവിടെ സാരിയാണല്ലോ, ശരിയല്ലേ, സാരി ഉടുപ്പിച്ചിരിക്കുന്നു, മാല ചാർത്തിയിരിക്കുന്നു, ഇതെല്ലാം തെറ്റാണെന്ന് പെട്ടെന്ന് ബോധ്യമായി നമ്മളിതെല്ലാം ഇട്ടിട്ട് പോകും. പ്രിയപ്പെട്ടവരെ, ആദ്യം നമ്മൾ വളരെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അറിയേണ്ടത്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രതിരൂപം ദൈവത്തിന് പകരമായിട്ടുള്ള മറ്റു ദൈവങ്ങളെയാണ്, പ്രതിരൂപങ്ങളെയാണ്. നിങ്ങളുടെ മനസ്സ് കൃത്യമായിരിക്കട്ടെ. ദൈവം അവിടെ തൻ്റെ വചനത്താൽ, ജ്ഞാനത്താൽ ഉറപ്പിച്ചിരിക്കുന്നത് ഏക ദൈവത്തിന് പകരമായിട്ട് ആരെയും നിർമ്മിക്കരുത്, ആരാധിക്കരുത് എന്നാണ്. രണ്ട് കരങ്ങളും ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഭൂമിയിൽ ഏകദൈവത്തിന് പകരമായി ഒരു പ്രതിരൂപത്തെ ഉണ്ടാക്കരുതെന്നാ. അല്ലെങ്കിൽ പിന്നെ ഞാനൊരു കൊച്ചു ചോദ്യം ചോദിക്കുക, നിങ്ങളതിന് ഉത്തരം പറ. ഈ ദൈവമല്ലേ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ സർപ്പദംശനമേറ്റ് പൂർവ്വപിതാക്കന്മാർ പിടഞ്ഞു വീണപ്പോൾ മോശയോട് എന്തുണ്ടാക്കാൻ പറഞ്ഞത്? ഉറക്കപ്പറ, എന്തുണ്ടാക്കാൻ പറഞ്ഞത്? ഉറക്കപ്പറ, എന്ത് സർപ്പം? ഒരുമിച്ച് പറ, എന്ത് സർപ്പം? മൈക്കിലൂടെ അത് കേൾക്കട്ടെ. എന്ത് സർപ്പം? ഉറക്കപ്പറ, എന്ത് സർപ്പം? പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാനും അതിനെ നോക്കാനും അതിനെ നോക്കുന്നവർ വീഴുമെന്നാണോ ചാകുമെന്നാണോ രക്ഷ പ്രാപിക്കുമെന്നാണോ പറഞ്ഞത്? രക്ഷ പ്രാപിക്കും. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കണം, ബൈബിള് വ്യാഖ്യാനിക്കുമ്പോൾ മുന്നും പിന്നും നോക്കി വ്യാഖ്യാനിക്കണം, ദൈവാത്മാവിനോട് ചേർന്ന് വ്യാഖ്യാനിക്കണം. ഒരാളെ വെട്ടാനോ ഒരു വിശ്വാസത്തെ എതിർക്കാനോ വേണ്ടി ബൈബിൾ എടുക്കരുത്, ബൈബിൾ ആത്മാവിലെടുക്കണം. എൻ്റെ പ്രതിരൂപം ഉണ്ടാക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ട് ദൈവം പിന്നെന്തിനാ രക്ഷയുടെ അടയാളങ്ങളെ കാണിച്ചത്? നീ വടിയെടുത്ത് അടിക്കാൻ പറഞ്ഞത് എന്തിനാ? മോശയോട് കരമുയർത്തി ആകാശത്തേക്ക് കൈവീശി ഒരു മന്ത്രം ചൊല്ലിയാൽ പോരെ? ആയുധങ്ങളും ഉപകരണങ്ങളും പ്രതീകങ്ങളും അടയാളങ്ങളും ബൈബിളിൻ്റെ മുഴുവൻ രഹസ്യമാ. ബൈബിള് മുഴുവൻ ഇതല്ലേ? ബൈബിള് മുഴുവൻ ജെറമിയോട് എന്തെല്ലാം അടയാളങ്ങളാണ് പറഞ്ഞത്? എന്തെല്ലാം അടയാളങ്ങൾ! രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്, പരിശുദ്ധ അമ്മയും പരിശുദ്ധാത്മാവും എതിരല്ല. നാം ആദ്യം അറിയേണ്ടത്, പരിശുദ്ധ മറിയം സ്വർഗീയ പ്രജയെ ഗർഭം ധരിക്കുന്നത് പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ്. എന്ന് വെച്ചാൽ മറിയാമിൻ്റെ സ്വർഗീയ മണവാളനാണ് പരിശുദ്ധാത്മാവ്. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കിതറിയാം, റുഹാദ കുദിശ മറിയത്തിൻ്റെ സ്വർഗീയ മണവാളനാ. അവരുടെ സ്വർഗീയ ബന്ധത്തിലാണ് പുത്രനെ ഭൂമിക്ക് നൽകാൻ പറ്റുന്നത്. അപ്പോൾ സ്വർഗത്തിലെ സ്വർഗീയ മണവാളനായ പരിശുദ്ധാത്മാവിന് മറിയത്തെ തള്ളിക്കളയാൻ പറ്റുമോ? രണ്ടും രണ്ട് കോണിലാണെന്ന് ഒരിക്കലും നമുക്കൊരു ചിന്ത വരല്ലേ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പറ ഹല്ലേലൂയ. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷേ ഞാൻ നിങ്ങളോട് ഈ രാത്രിയിൽ പറയാൻ പോകുന്നത് വേറൊരു വേദ പഠനമാണ്.
അത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങൾക്ക് കേട്ടിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. പരിശുദ്ധ അമ്മയുടെ കൂടെ വസിക്കുന്നവൻ പരിശുദ്ധാത്മാവിൽ ജ്വലിക്കുമെന്നതിന് വേറെ ഒരു ബൈബിൾ ഭാഗം കിടപ്പുണ്ട്. ഒരു പക്ഷേ നമ്മൾ ആരും ശ്രദ്ധിച്ച് കാണത്തില്ല. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. കാത് തുറന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, പരിശുദ്ധ അമ്മ വഴി ദൈവത്തെ ആരാധിക്കുന്നവന് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം കൂടുതൽ കിട്ടുമെന്നതിന് ഞാൻ പഠിച്ച ഒരു ബൈബിൾ ഭാഗത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിലാണ് ഈ വെളിപ്പെടുത്തൽ കിടക്കുന്നത്. ബൈബിൾ ഉള്ളവർ തുറന്നാട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിലാണ് ഈ വെളിപ്പെടുത്തൽ കിടക്കുന്നത്. 26-ാം വാക്യം തൊട്ട് നമുക്ക് വായിക്കാം. നിങ്ങൾ എൻ്റെ കൂടെ വായിച്ചുകൊള്ളൂ. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളൊന്നുകൂടെ പറഞ്ഞ ആ വചനം. യേശു ആരുടെ അമ്മയാ? യേശു ആരുടെ അമ്മയാ? അടുത്ത് നിൽക്കുന്നത് കണ്ടത്? യേശു തൻ്റെ അമ്മ. വളരെ നിസ്സാരപ്പെട്ട പ്രയോഗമാണ്. പക്ഷേ എൻ്റെ പള്ളി പണിയുന്ന സമയത്ത് ഒരു 4-5 വർഷം മുമ്പ് ഒരു 9-ാം ക്ലാസ്സുകാരൻ എൻ്റെ ഒരു കുഞ്ഞനുജൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ, ബൈബിളിൽ എവിടെയെങ്കിലും മാതാവിനെ യേശു അമ്മയെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അച്ഛന് 10 ലക്ഷം രൂപ പള്ളി പണിയാൻ മേടിച്ചു തരാം. ഞാൻ പറഞ്ഞു, കുഞ്ഞെ അതെങ്ങനെ കിട്ടും? ബൈബിളിൽ ആ സ്ഥലം പറഞ്ഞാൽ മതി. പെട്ടെന്ന് ഞാനും ഒന്നന്ന് മറിച്ച് നോക്കി. ശരിയാ, ഒരിടത്തും അമ്മയെന്ന് വിളിക്കുന്നില്ല. തന്നെയല്ല, എവിടെ കിട്ടിയാലും യേശു വിളിക്കും, സ്ത്രീയെ സ്ത്രീയെ സ്ത്രീയെ. നമ്മൾ ഈ വിളി കേൾക്കുമ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ തള്ളേ 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 എന്നുള്ള വിളി പോലെ ഇമ്പേഴ്സണൽ ആ വിളി, ഒരു ബന്ധമില്ലാത്ത വിളിയായിട്ട് നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുകയാ. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാനതുകൊണ്ട് ഈ വചനം കേൾപ്പിച്ചത്, യേശു തൻ്റെ കസിൻ്റെ അമ്മയല്ല, യേശു തൻ്റെ അയൽക്കാരൻ്റെ അമ്മയല്ല, യേശു സ്ത്രീ അടുത്ത് നിൽക്കുന്നത് കണ്ടിട്ടല്ല. ബൈബിൾ കൃത്യം എഴുതി വെച്ചിരിക്കുന്നു, യേശു തൻ്റെ അമ്മ അടുത്ത് നിൽക്കുന്നത് കണ്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യം അത് തന്നെ നമുക്കൊന്ന് വിശദീകരിച്ച് പഠിച്ചു നോക്കാം. എപ്പം മാതാവിനെ കണ്ടാലും ഈശോ സ്ത്രീയെ എന്ന് വിളിക്കും. സ്ത്രീയെ, എനിക്ക് നിനക്കും എന്തേ? സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും തോന്നും കുറച്ചൊരു സ്നേഹം, ഒരു അല്പം ഒരു മര്യാദയ്ക്ക്, എൻ്റെ അമ്മേ എല്ലാം കഴിച്ചോ, നീ ഒത്തിരി ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ചേട്ടാ, എന്നാലും എല്ലാവരുടെ മുമ്പിൽ വെച്ച് സ്ത്രീയെ എന്ന് വിളിക്കും. നമുക്ക് ഒരു വിഷമം തോന്നും ഈ വിളി കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന്. കാരണം നമ്മുടെ നാട്ടിൻ പുറത്ത് ഈ സ്ത്രീ എന്നുള്ള വിളി പൊതുവെ ഒരു ബന്ധമില്ലായ്മയുടെ വിളിയാണ്. എന്താ സ്ത്രീയെ വന്നേ, സ്ത്രീ എന്താ നിങ്ങൾ വന്നത്, ഇങ്ങനെയൊക്കെ വിളിക്കും. പക്ഷേ നമ്മൾ അറിയണം, ഈ വിളി യൂദയ ഭാഷയിൽ മഹത്വത്തിൻ്റെ വിളിയാ. കളത്രം, മഹതി, മഹാനുഭവ എന്നൊക്കെ പറയുന്നത് പോലെ ഒരാദരവിൻ്റെ സംബോധനയാണ് സ്ത്രീ. ഇനി അത് വിശ്വസിക്കണമെന്നില്ല. ഇതിൻ്റെ പിന്നിൽ ഒരു രഹസ്യം കിടപ്പുണ്ട്. അത് നമ്മൾ അറിയേണ്ടത്. എല്ലാവരും ശ്രദ്ധിച്ചേ. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ചേർത്ത് പിടിച്ചാൽ മതി. ഉൽപ്പത്തിയിൽ 3-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ ഒരു വാഗ്ദാനം കിടപ്പുണ്ട്. പ്രിയപ്പെട്ട സിസ്റ്ററെ ഓർത്ത് ശരിക്കും ഓർത്തേ, പ്രിയപ്പെട്ട അച്ചായൻ ശരിക്കും ഓർത്തേ. ഇനി നമ്മളിത് പറഞ്ഞു കൊടുക്കണം, വാദിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നമ്മുടെ ബോധ്യത്തിന് ആരോടും വാദിക്കാൻ പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം, ഉൽപ്പത്തി 3:15 ഒരു വാഗ്ദാനം കിടപ്പുണ്ട്. അമ്മമാരെ നോർത്ത്, എന്താ വാഗ്ദാനം? നീയും സ്ത്രീയും തമ്മിലും, നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. സ്ത്രീയുടെ സന്തതി നിന്റെ കുതികാല് പറ. അവിടെ കിടപ്പുണ്ട്, വായിച്ചു നോക്കിയാൽ മതി. ഉൽപ്പത്തി 3:15 സർപ്പത്തിൻ്റെ സന്തതിയുടെ തല തകർക്കുന്ന സ്ത്രീയുടെ പുത്രനെ കുറിച്ച് പരമവാഗ്ദാനം കിടപ്പുണ്ട്. ബൈബിളിലെ പരമവാഗ്ദാനം, രക്ഷകനെ കുറിച്ചുള്ള വാഗ്ദാനം ഇവിടെയാണ് കിടക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും തലയിൽ അത് കയറിക്കേ. ഉൽപ്പത്തി 3:15 നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേട്ടോ. ഞാൻ ഒന്ന് ക്രമപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ.
ഉൽപ്പത്തി 3:15 രക്ഷയുടെ വാഗ്ദാനമാണ്. അവിടെ ഒരു സ്ത്രീയുടെ മകനെക്കുറിച്ച് പറയുന്നുണ്ട്. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയാ. ഏതാ ആ സ്ത്രീ? ഏതാ ആ സ്ത്രീ? ഏതോ സ്ത്രീ, ഒരു സ്ത്രീ, ദ വുമൺ, ഒരു സ്ത്രീ, ഒരു മഹാനുഭവ, ഒരു മഹാസ്ത്രീ. അവളുടെ പുത്രനാണ് സർപ്പത്തിൻ്റെ തല തകർക്കാൻ പോകുന്നത്. ആ സ്ത്രീ ഇവളാണ് എന്ന് യഹൂദർക്ക് വെളിപ്പെടുത്താനാണ് ഈശോ മറിയത്തെ സ്ത്രീ എന്ന് വിളിച്ചത്. നിങ്ങളതറിയണം പ്രിയപ്പെട്ടവരെ. ബൈബിളിൻ്റെ എക്സജറ്റിക്കലായിട്ടുള്ള വ്യാഖ്യാനം അറിയണം. ഉൽപ്പത്തി 3:15 സ്വർഗം വാഗ്ദാനം ചെയ്ത രക്ഷകന്റെ അമ്മയായ ദ വുമൺ, ആ സ്ത്രീ ഇവളാണ് എന്ന് പറയാനാ അമ്മയെന്ന് വിളിക്കാൻ കൊതിച്ചപ്പോഴും സ്ത്രീ എന്ന് വിളിച്ചത്. ലോകോത്തര സിനിമയായ ദി പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതൊന്നാം തരം പെന്തക്കുസ്ത സഹോദരങ്ങൾ നിർമ്മിച്ചതാ. എന്നിട്ടെന്താ അമ്മ മറിയാമിൻ്റെയും പുത്രൻ്റെയും ബന്ധം അവതരിപ്പിക്കാതെ പോകാതിരുന്നത്? അതിനകത്ത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും അതിരറ്റ ബന്ധം അവതരിപ്പിച്ചല്ലോ. നമ്മളപ്പോൾ അറിഞ്ഞിരിക്കണം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ട് നാം തെറ്റിപ്പോകരുത്. സ്ത്രീ എന്നുള്ള വിളി വരാൻ പോകുന്ന പുത്രൻ്റെ അമ്മയായ സ്ത്രീയെക്കുറിച്ചുള്ള ഉൽപ്പത്തി 3:15 ആവർത്തനമാണ്. കരങ്ങളടിച്ച് ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു പഠനമായതുകൊണ്ട് എല്ലാവരും പറഞ്ഞ് അപ്പോൾ മുതൽ യോഹന്നാൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. സ്വന്തം ഭവനം എന്ന് വെച്ചാൽ സ്വന്തം ഹൃദയം തന്നെയാണ്. അതിൽ യാതൊരു തർക്കവും വേണ്ട. ഹൃദയത്തിൽ സ്വീകരിക്കാതെ ഭവനത്തിൽ സ്വീകരിക്കാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ ഉറപ്പിച്ച് പറ. ഹൃദയത്തിൽ സ്വീകരിക്കാതെ ഒരാളെ ഹൃദയത്തിൽ സ്വീകരിക്കാതെ ഭവനത്തിൽ സ്വീകരിക്കാൻ പറ്റുമോ? ഉറക്കെ പറ, പറ്റുമോ ഇല്ലയോ? അപ്പോൾ യോഹന്നാൻ ആദ്യം മറിയാമിനെ സ്വീകരിച്ചത് എവിടെയാ? ഹൃദയത്തിൽ. ഉറക്കെ പറഞ്ഞേ. അങ്ങനെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് പുസ്തകവും എഴുത്തുമില്ലാതെ മനസ്സിൽ ഇത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾ ബൈബിൾ ഉള്ളവരൊന്ന് തുറന്നേ. അങ്ങനെ സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ബൈബിള് പറയുക, 28-ാം വാക്യം മനസ്സിലായോ? യോഹന്നാൻ മറിയത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചു, അല്ലെങ്കിൽ ഭവനത്തിൽ സ്വീകരിച്ചു. അടുത്ത വാക്യം ഒന്ന് വായിച്ച്, 28-ാം വാക്യം ഉറക്കെ വായിച്ച്. അനന്തരം എല്ലാം നിറവേറി കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വചനമാണ്. അനന്തരം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ആഫ്റ്റർവേഡ്സ്, പിന്നീട്, അതിനുശേഷം എന്ന അർത്ഥം. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ. എല്ലാവരും പറഞ്ഞില്ല ഹല്ലേലൂയാ. ഏതിനു ശേഷം? ആഫ്റ്റർവേഡ്സ്, ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം. ഏതിനു ശേഷം പറ? യോഹന്നാൻ മറിയത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചതിന് ശേഷം, ആ സംഭവത്തിന് ശേഷം യേശു പറഞ്ഞു, എല്ലാം നിറവേറിക്കഴിഞ്ഞു. ഒരുവൻ ക്രിസ്തുമാർഗത്തിൽ മറിയത്തെ കൂടി ഹൃദയത്തിൽ സ്വീകരിച്ച് ആ ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുമ്പോഴാണ് ശരിക്കും എല്ലാം പൂർത്തിയാകുക. അതുകൊണ്ടാണ് ലോകത്തിൽ ഇന്നും മരിയൻ അനുഭവങ്ങളുള്ളവരുടെ എല്ലാം മേലെ ഒരു തീ കിടക്കുന്നതിൻ്റെ കാര്യം. പ്രിയപ്പെട്ടവരെ, മറിയാമിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ആധ്യാത്മികതയുടെ പൂർണ്ണതയിലേക്ക് അനന്തരം എല്ലാം നിറവേറും. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയാ. ഈ സംഭവത്തിന് ശേഷമാണ് ബൈബിളിൽ പറയുന്നത്, യോഹന്നാൻ മറിയാമിനെ സ്വീകരിച്ചതിന് ശേഷം ബൈബിൾ പറയുക, എല്ലാം നിറവേറിക്കഴിഞ്ഞു. പിന്നെ തിരുവെഴുത്തിൽ അവസാന നിറവേറലിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. തിരുവെഴുത്തിൽ പണ്ട് പറയുന്നുണ്ട്, അവൻ എനിക്ക് ദാഹിക്കുന്നു എന്ന തിരുവെഴുത്തിനെ കുറിച്ച് സങ്കീർത്തനങ്ങളിലുണ്ട്. അതുകൊണ്ട് തിരുവെഴുത്ത് നിറവേറാൻ വേണ്ടി എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിലെല്ലാം നിറവേറിയത് അനന്തരമാണെന്ന് പറയുന്നുണ്ട്. എന്തിനു ശേഷം? മറിയാമിനോടൊപ്പം ഹൃദയത്തെ ചേർത്ത് വെക്കുമ്പോഴാണ് ആധ്യാത്മികതയിൽ എല്ലാം നിറവേറുന്നത്. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞാട്ടെ ഹല്ലേലൂയാ. ഇത് നമ്മുടെ ഉള്ളിലിരിക്കട്ടെ. ബൈബിളാണിത്. ഇത് വെറും ബൈബിൾ വാക്യവുമല്ല. ലോകോത്തര ദൈവശാസ്ത്രജ്ഞനായ, ധാരാളമായി യോഹന്നാൻ്റെ സുവിശേഷത്തെക്കുറിച്ച് വർഷങ്ങൾ പഠിച്ച ഏഷ്യൻ തിയോളജിയനായ
റവറന്റ് ഫാദർ ഡോക്ടർ മാത്യു വെള്ളാനിക്കൽ അച്ഛൻ്റെ പഠനങ്ങളിൽപ്പെട്ടൊരു കാര്യം കൂടിയാണ് ഞാൻ പറഞ്ഞത്. അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞു, അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞിട്ട് യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴല്ല എല്ലാം നിറവേറിയത്. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്ന് മുന്നമേ അറിഞ്ഞു. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. ഒരു വചനം കൂടി വായിച്ചിട്ട് നമ്മുടെ ആദ്യത്തെ വിചിന്തനം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തി. കണ്ടോ, അവിടെയും പറയുന്നുണ്ട് എല്ലാം പൂർത്തിയായി. കണ്ടോ, 2 കാര്യങ്ങൾക്ക് ശേഷം എല്ലാം പൂർത്തിയാകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എല്ലാം പൂർത്തിയാകുന്നത് മറിയത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ഒരുമിച്ച് പറഞ്ഞേ, അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ഉറക്കെ പറഞ്ഞേ, അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ഒരുമിച്ച് പറഞ്ഞാട്ടെ, അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. നിങ്ങൾ എന്നെ തന്നെ നോക്കിക്കേ. യഥാർത്ഥത്തിൽ ബൈബിളിൻ്റെ റൂട്ടിൽ, ബൈബിളിൻ്റെ ആദിമ പരിഭാഷകളിൽ ശ്രദ്ധിച്ചേ, ഈ മലയാള പരിഭാഷയാണ് നമ്മൾ വായിച്ചത്. നമുക്കിത് വായിക്കുമ്പോൾ എന്നാ തോന്നും? അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തായിട്ടാണ് തോന്നുന്നത്? ഈശോടെ അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു എന്ന് വെച്ചാൽ ഈശോ ഉറക്കെ പറ, ശരിയാ, ഈശോ മരിച്ചു അല്ലേ? എന്നാൽ യഥാർത്ഥ പരിഭാഷയിൽ, ആദിമ പരിഭാഷയിൽ യേശു തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു, മരിച്ചു എന്ന അർത്ഥത്തിലല്ല. ഹി ഗേവ് ഔട്ട് സ്പിരിറ്റ് എന്ന, അവൻ ആത്മാവിനെ കൊടുത്തു എന്നാണ് മൂലരൂപത്തിൽ കാണുന്നത്. നിങ്ങളുടെ മനസ്സിലത് കയറട്ടെ. അവൻ ആത്മാവിനെ കൊടുത്തു, ഹി ഗേവ് ഔട്ട് സ്പിരിറ്റ്. അതിൻ്റെ ഒരു തത്തുല്യമായ ഏകദേശം വരുന്ന വിവർത്തനം അവൻ ആത്മാവിനെ വർഷിച്ചു, നൽകി എന്നാണ്. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. ഹി ഗേവ് ഔട്ട് സ്പിരിറ്റ് എന്നാ, അവൻ ആത്മാവിനെ കൊടുത്തുവെന്നാ. അവൻ പിതാവിൻ്റെ കരങ്ങളിൽ അർപ്പിച്ചു എന്നത് നമ്മുടെ തലയ്ക്കകത്തിരിക്കുന്നതാണ്. അവൻ ആത്മാവിനെ വർഷിച്ചു, കൊടുത്തു. ഹി ഗേവ് ഔട്ട് സ്പിരിറ്റ് എന്ന, മരിച്ചു എന്ന അർത്ഥത്തിലല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ദൈവശാസ്ത്രം അനുസരിച്ച്, നിങ്ങൾക്കറിയാമോ, യോഹന്നാൻ്റെ ദൈവശാസ്ത്രം അനുസരിച്ച് പെന്തക്കുസ്തയുടെ നിമിഷം മിശിഹായുടെ മരണത്തിൻ്റെ നിമിഷമാണ്. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. അവൻ മരിക്കുന്നതോടുകൂടി ആത്മാവിനെ കൊടുത്തു. അപ്പൊ ഇതൊന്ന് കൂട്ടി വായിച്ചേ. തൻ്റെ അടുത്ത് അമ്മയും തൻ്റെ മകനും നിൽക്കണമെന്നത് കാണുന്നത് മിശിഹായുടെ ഒരു ആനന്ദമാണെന്ന് വേണമെങ്കിൽ പറയാം. അതെന്തുമാകട്ടെ, മറിയത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതോടുകൂടി എല്ലാം പൂർത്തിയാകുകയാണ്. ഒരുമിച്ച് പറഞ്ഞ് ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. അങ്ങനെ മറിയാമിനോടൊപ്പം സ്ലീവായുടെ താഴെ കുരിശിൻ്റെ ചുവട്ടിൽ രക്ഷക സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ രക്ഷകൻ ആത്മാവിനെ വർഷിക്കും നിന്നിലേക്ക്, മറിയാമിൻ്റെ കൂടെയുള്ളവരിലേക്ക് ആത്മാവിനെ വർഷിക്കും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ മുഖവുരക്കെടുക്കണ്ട. ഇന്ന് ജെറുസലമിൽ പോകുന്ന, ബൈബിൾ പഠിക്കാൻ പോകുന്ന ബഹുമാനപ്പെട്ട വൈദികർ, സന്യസ്തർ, അൽമായർ, അവർക്കൊന്നും പഠിച്ചാലും തീരാത്ത ഒരു സുവിശേഷമുണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷമാണ്. ഒരുമിച്ച് പറഞ്ഞ് ഹല്ലേലൂയ. അപ്പം മത്തായിയുടെ സുവിശേഷവും ലൂക്കാ വഴിയുള്ള സുവിശേഷവും മർക്കോസ് വഴിയുള്ള സുവിശേഷവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയതല്ലേ? തീർച്ചയായിട്ടും അതെ. ഒരുമിച്ച് പറഞ്ഞാട്ട് ഹല്ലേലൂയ. അതെല്ലാം ദൈവനിവേശിതമാണ്, ഒരേ പരിശുദ്ധാത്മാവാ. പക്ഷേ മറിയാമിനെ ഹൃദയത്തിൽ സ്വീകരിച്ച യോഹന്നാനിലേക്ക് പരിശുദ്ധാത്മാവിനെ വർഷിക്കപ്പെട്ടപ്പോൾ ആ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും വരങ്ങളുടെയും നിറവ് കൊണ്ട് എഴുതിയ സുവിശേഷത്തെ പഠിച്ചാലും തീരത്തില്ല. ജ്ഞാനവും വെളിപ്പെടുത്തലുകളും നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? കണ്ടു നിന്നവർ കണ്ടതൊരു സ്ത്രീയായാ. യോഹന്നാൻ്റെ വീട്ടിലേക്ക് വൈകുന്നേരം കുരിശുമരണം കഴിഞ്ഞു, അയ്യോ അതാരാ, ഒരു പെണ്ണല്ലേ, അതാരാ, യോഹന്നാൻ ഒരു പെണ്ണിനെയും കൊണ്ടുപോകുന്നല്ലോ. കണ്ടവരൊക്കെ കണ്ടത് ഒരു പെണ്ണിനെയും കൊണ്ടുപോകുന്നതാ. കാണാമറയത്ത് പറന്ന റൂഹായെ നമ്മൾ തിരിച്ചറിയണം. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ ഭവനത്തിൽ സ്വീകരിക്കുമ്പോൾ നാം സ്വീകരിക്കുന്നത് പരിശുദ്ധ അമ്മയല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിനെയാണ്. കരങ്ങൾ അടിച്ച് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചെറിയ അറിവുകൾ ആണ് എന്നെ മരിയോളജിയിലും മരിയൻ ബന്ധത്തിലും വളർത്തിയിട്ടുള്ളത്. ഞാൻ ആരോടും മല്ലടിക്കാൻ പോയിട്ടില്ല, ആരും എന്നോട് ഒത്തിരി സംവേദിക്കാൻ വന്നിട്ടുമില്ല. പക്ഷെ ഈ ബോധ്യങ്ങൾ എന്നെ വളർത്തിയിട്ടുണ്ട്, എന്നെ സഹായിക്കുന്നുണ്ട്. ഇന്നും ഏത് ബന്ധുക്രിസ്തുക്കാരുടെ കൂടെ പോയി പ്രാർത്ഥിക്കാൻ എനിക്ക് മടിയില്ല. ബഹുമാനപ്പെട്ട മർത്തോമാ സഹോദരങ്ങളുടെ പള്ളികളിൽ ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പം അവർ പറയും, അച്ഛാ മാതാവിനെക്കുറിച്ചൊത്തും പ്രത്യേകിച്ച് പറയരുത് കേട്ടോ. ശുദ്ധ മർത്തോമാക്കാരൊന്നും മിണ്ടില്ല കേട്ടോ. അവർക്ക് മരിയൻ പാരമ്പര്യങ്ങളെക്കുറിച്ചൊരു ബോധ്യമുണ്ട്. അവർക്കൊരു നിർബന്ധമേ ഉള്ളൂ, ഉപരിവണക്കം, ഓവർ പ്രാധാന്യം കൊടുക്കരുതെന്ന് മാത്രം. സത്യത്തിൽ കത്തോലിക്കർക്ക് വരുന്ന പിഴയാണ് ആരാധന പോലെയുള്ള പ്രാധാന്യം. നമുക്ക് വരുന്ന കുറവാണത്. അമ്മ മറിയത്തോടൊപ്പം ആരാധിക്കുകയാണ്, അമ്മയെ നോക്കി ക്രിസ്തുവിനെ ആരാധിക്കുകയാണ്, അമ്മ വഴി നാം ഒരുങ്ങുകയാണ്. ലക്ഷ്യം ദൈവാരാധന, വഴി മറിയം, ത്രൂ മേരി ടു ജീസസ്. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. സിയോൻ നാട്ടിൽ ശലോം പാട്ടി നിന്നോടൊപ്പം ചേരാനും നിന്മകനീശനെ വാഴ്ത്താനും